കടുവയെ കൂടുവെച്ച് പിടിച്ചോ വെടിവെച്ചോ പിടിച്ച് ചെയ്യാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ അതുമായി സഹകരിച്ച്, കാരണം പുറത്തു വന്ന് ആക്രമിച്ചതല്ല എന്നൊരു, പക്ഷേ അത് നമ്മൾ നോക്കുന്നില്ല. വനത്തിന് പുറത്തു വന്നില്ല, വനത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത്. പക്ഷേ അവിടുത്തെ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ഒരു വാച്ചറുടെ ഭാര്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ആ നിലക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നരഭോജിയായ ഒരു കടുവയാകുമ്പോൾ നമുക്ക് ആ നിലയ്ക്ക് തന്നെ കാണണം. അതിൻ്റെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. ശരി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമാനമായ പ്രശ്നങ്ങൾ അവിടെ ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ അതിൽ പ്രശ്നങ്ങൾ സത്യമാണ്. പക്ഷെ അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ മിക്കവാറും വനത്തിനുള്ളിലാണ്. അപ്പം നമ്മൾ നാട്ടിലിറങ്ങി വന്ന് മനുഷ്യനെയും കൃഷിനാശവും നടക്കുന്ന വന്യമൃഗങ്ങളാണല്ലോ നമ്മുടെ ഒരു ചർച്ചയിൽ ഇതുവരെ വന്നിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നറിയിപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണം എന്ന ഒരു സൂചനയാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുമ്പാകെ കാണിക്കുന്നത്. അത്തരം പൊതു സൂചനകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് ഒരുക്കമാണ്. പിന്നെ ഇവരുടെ മറ്റൊരു ആവശ്യമാണ് ഫെൻസിങ് പദ്ധതി വെച്ചിട്ടുണ്ട്. ഫെൻസിങ്ങിന് പദ്ധതി വെച്ചിട്ടുണ്ട്, അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി. അത് ഞാൻ പരിശോധിച്ചപ്പോൾ കുറെ വസ്തുതയുണ്ടായില്ല. പദ്ധതി വെച്ചെങ്കിലും ഫെൻസിങ് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ ഫെൻസിങ് നമുക്ക് അടിയന്തരമായിട്ട് പൂർത്തീകരിക്കണം. കടുവയെ നമുക്ക് ജനങ്ങൾ പറഞ്ഞ് വെടിവെച്ച് കൊല്ലണമെന്നാണ് പറയുന്നത്. പക്ഷെ മന്ത്രി എന്ന നിലയ്ക്ക് വെടിവെച്ച് കൊല്ലാൻ എനിക്ക് ഉത്തരവിടാൻ സാധിക്കില്ല, കാരണം അത് ദേശീയ മൃഗമായതുകൊണ്ട്. പക്ഷെ മയക്ക് വെടിവെച്ചിട്ട് പിടിക്കാനും കൂട് വെച്ച് പിടിക്കാനും അതിനാവശ്യമായിട്ട് RRTയെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഈ ഫെൻസിംഗ് എത്രയും പെട്ടെന്ന് നമുക്ക് നാളെ തന്നെ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി മന്ത്രി എല്ലാ ഉറപ്പും തരും.